പാടിന്നുണരുന്നു, ജയഗീതം പടരുന്നു. സ്വാതന്ത്ര്യ പുലരി പുതുജീവൻ പകരുന്നു. നമസ്കാരം. പോരാടി നേടിയ വിജയത്തിന്റെ ദിനം, കാർഗിൽ വിജയ് ദിവസ്, ജൂലൈ 26. 527ഓളം വരുന്ന ഭാരത മക്കളെ ഭാരതാംബയ്ക്ക് നഷ്ടപ്പെട്ട ദിനം. അതെ, കാർഗിൽ പോരാട്ടത്തിന് ഇന്ന് 26 വയസ്സ് തികയുമ്പോൾ 1999 ഭാരതത്തിന് നഷ്ടപ്പെട്ട 500-ൽ പരം ഭാരത പുത്രന്മാർ. അവർ പോരാടിയത് നാടിനു വേണ്ടിയിട്ടാണ്. ഇന്ന് 26ാമത് വിജയ ദിവസം നാം ആഘോഷിക്കുകയാണ്. 26 വർഷത്തെ കഥ പറയാനുണ്ട്. ഈ സമയം ഓർക്കേണ്ടത് പുത്രരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ ആ ഒരു ദുഃഖമാണ്. പക്ഷേ ദുഃഖം ഒരു ഭാഗത്തുണ്ടെങ്കിലും അവർ അഭിമാനിക്കുന്നുണ്ടാകും. പിറന്ന നാടിനു വേണ്ടി ജീവൻ നൽകിയവരാണ് ഞങ്ങളുടെ മക്കൾ എന്നുള്ള അഭിമാനത്തിൻ്റെ നിമിഷം. പിറന്നു വീണ ഓരോ കുഞ്ഞിനും പ്രചോദനമേകുന്ന ചരിത്രമാണ് ഭാരതത്തിലെ ധീര പോരാളികൾക്ക് പകർന്നു നൽകാനുള്ളത്. അവർ ജീവിച്ചതിൻ്റെ, അവർ ജ്വലിച്ചതിൻ്റെ, അവർ പോരാടിയതിൻ്റെ, അവർ നാടിനു വേണ്ടി അവരെ തന്നെ സമർപ്പിച്ചതിൻ്റെ കഥ ഇനി വരാൻ പോകുന്ന ഓരോ തലമുറയ്ക്കും പ്രചോദനമാകണം. അതെ, കാവൽ നിൽക്കുന്ന കാവൽ ഭടന്മാരുടെ സംരക്ഷണത്തിലാണ് നാം ഓരോരുത്തരും. ഇന്ന് ദ്രാസിൽ പുഷ്പാർച്ചന നടത്തുമ്പോൾ, ഈ മരണമടഞ്ഞവരെ ഓർക്കുമ്പോൾ, അവരുടെ ആ പ്രചോദനമേകുന്ന ജീവിതം, അവരുടെ സമർപ്പണം, അവരുടെ പോരാട്ടം, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമായി ഉണ്ടാകട്ടെ. കുറഞ്ഞപക്ഷം പിറന്ന നാടിനെ സ്നേഹിക്കുവാനെങ്കിലും ഒരല്പസ്നേഹം, രാജ്യസ്നേഹം നമ്മുടെ സിരകളിൽ ലയിപ്പിക്കുവാനെങ്കിലും നമുക്ക് സാധിക്കട്ടെ. കാർഗിൽ യുദ്ധഭൂമിയിൽ നാടിനു വേണ്ടി ജീവൻ സമർപ്പിച്ച ധീര പോരാളികൾക്ക് മുൻപിൽ, ഭാരതപുത്രർക്ക് മുന്നിൽ പ്രണാമം. ഓരോ വിജയവും ചില സഹനങ്ങളും ചില നഷ്ടങ്ങളും നമ്മോട് പറയുന്നുണ്ട്. അതെ, ഭാരതത്തിന് നഷ്ടപ്പെട്ട ധീര ജവാന്മാർക്ക് പ്രണാമം അർപ്പിക്കുകയാണ്. ഭാരതത്തെ സ്നേഹിച്ച് പിറന്ന നാടിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ നമുക്കും സാധിക്കട്ടെ. നല്ലൊരു ദിനം കാത്തിരിക്കുന്നു. ആസ്വദിക്കാം. നേരുന്നു ശുഭദിനം. ശ്യാമളാ